നമുക്ക് 8ന്റെ പണി കിട്ടി ഗൈസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കൂട്ട് നമ്മളിന്നൊരു വെറൈറ്റി ട്രാവൽ നടത്താൻ പോവാണ്. നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് എറണാകുളം ടു പൂനെ പൂർണ്ണ എക്സ്പ്രസ്സിലാണ് പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ എൻജിനൊന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഇപ്പോൾ 6 മണിയായി. 6:50 ട്രെയിൻ വിടുന്നത്. നമുക്ക് എൻജിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോക്ക് വരുന്നത്. WDP 4D 40158 ആണ്. ഇനി നമുക്ക് നമ്മുടെ കമ്പാർട്ട്മെന്റിലോട്ട് പോവാം. നമുക്ക് ബാറ്ററി കാറുണ്ടല്ലോ. നമുക്ക് 7 സ്ലീപ്പർ ക്ലാസ് ആണ് വരുന്നത്. നമ്മുടെ S2-ലാണ് നമുക്ക് സീറ്റ് കിട്ടിയേക്കുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ്. എനിക്ക് കിട്ടിയേക്കുന്നത് 23 ആണ്. എൻ്റെ ഫേവറേറ്റ് സീറ്റ് എന്ന് എനിക്ക് കിട്ടി ഗൈസ്. ഇതാണ് നമ്മുടെ കോച്ച് വരുന്നത്. ഒരു ആവേണ്ടല്ലോ. വാഷ്റൂമൊക്കെ ഒന്ന് പോയിട്ട് വരാം. കണ്ടേച്ചും വരാം. ഓക്കെ, ദിസ് ഈസ് അവർ കോച്ച്. ബാത്റൂം ഇപ്പരെ സ്മെല്ലുണ്ട് ഗൈസ്. ഇതാണ് S1 വരുന്നത്. എനിക്ക് S1 ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു ഗൈസ്. ആരുമില്ല S1-ൽ. കയറിയപ്പോൾ തന്നെ നല്ല വിശപ്പ്. അപ്പോൾ ഒരു കപ്പ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കാം. നമ്മുടെ ഈ പൂർണ്ണ എക്സ്പ്രസ് 4 സ്റ്റേറ്റാണ് കവർ ചെയ്യുന്നത്. കേരള, കർണാടക, ഗോവ ആൻഡ് മഹാരാഷ്ട്ര. പിന്നെ നമ്മുടെ ഈ ട്രെയിനിന് 4 ജനറൽ കോച്ചും 7 സ്ലീപ്പർ കോച്ചും 4 തേർഡ് AC യും 2 സെക്കൻഡ് AC യും ആണുള്ളത്. ജനറൽ കോച്ച് വരുന്നത് ഫ്രണ്ടിലും 2 ബാക്കിലും 2 അങ്ങനെയാണ് വരുന്നത്. സമയം 6:50 നമ്മുടെ ട്രെയിൻ എടുക്കാൻ ടൈം അയക്കുന്നു. ഇതുവരെ എടുത്തില്ല. WDP 42299 ലോക്കോയിൽ ഇപ്പം ഏതാ ട്രെയിൻ? എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ആട്ടോ. നമ്മൾ തഞ്ചാവൂർ പോയ വണ്ടിയാണിത്. ഓക്കെ ഗൈസ്, കാരക്കൽ എക്സ്പ്രസ് ആക്ച്വലി കോട്ടയത്തു നിന്ന് വന്നതാണ്. കോട്ടയം എറണാകുളം പാസഞ്ചറായിട്ട് കോട്ടയത്തു നിന്ന് വന്നതാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലേറ്റ്. 6:53 ഇതുവരെ ട്രെയിൻ എടുത്തിട്ടില്ല. ട്രിവാൻഡ്രം മാംഗ്ലൂർ വന്ദേ ഭാരത് ഇപ്പോൾ പ്ലാറ്റ്ഫോം 1-ൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് വിട്ടതിന് ശേഷം ഇത് വിടുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ 7 മണി ആവുന്നു. അത് പോയതിന് ശേഷം മിക്കവാറും ഇത് വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയം ഇപ്പം 7:09. അങ്ങനെ 19 മിനിറ്റ് ലേറ്റോട് കൂടി നമ്മുടെ വണ്ടി എടുത്തേക്കാണ് ഗൈസ്. എറണാകുളം ജംഗ്ഷൻ. അങ്ങനെ നമ്മുടെ വണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ഫസ്റ്റ് ഹോൾട്ട് വരുന്നത് ആലുവയാണ്. പിന്നെ നമ്മുടെ ഈ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ദുദ്സാഗർ വാട്ടർഫോൾ. അപ്പോൾ കുറേ നാളായിട്ട് കുറേ വർഷമായിട്ട് എനിക്കിങ്ങനെ ആഗ്രഹം. എനിക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിൽ ഈ കൊങ്കൺ, സ്പെഷ്യലി കൊങ്കൺ റെയിൽവേ എൻ്റെ ഫേവറേറ്റ് ആണ്. എത്ര വട്ടം പോയാലും മടുക്കാത്തൊരു റൂട്ടാണ് കൊങ്കൺ റെയിൽവേ. അപ്പോൾ എനിക്ക് ദുദ്സാഗർ വാട്ടർഫോൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ കൊച്ചിയിലെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ നോർത്തിലായിരുന്നു, രാജസ്ഥാനിലായിരുന്നു. അപ്പം മോസ്റ്റ് ഓഫ് നമ്മൾ ജയ്പൂർ പോകുന്ന ആ റൂട്ടിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതുവഴിയൊക്കെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പം എനിക്ക് കൊങ്കൺ റെയിൽവേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാനൊരു ട്രെയിൻ ഫാൻ ആയതാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ദുദ്സാഗർ വാട്ടർഫോൾ കാണണമെന്നും നിങ്ങളെ കാണിക്കണമെന്നും. എനിക്ക് എൻ്റെ ഫേവറേറ്റ് സീറ്റ് സൈഡ് ലോവറാണ് കിട്ടിയത്. ഞാൻ സ്ലീപ്പറിൽ നോക്കിയപ്പോഴത്തേക്കും ആൾ കുറവല്ല. എന്നാലും ഈ ഒരു സെക്ഷനിൽ ഇവിടുന്ന് ഇപ്പോൾ ഷൊർണൂരിൽ നിന്നാണ് ആൾ കയറാൻ പോകുന്നത്. നമുക്ക് ആക്ച്വലി കൂടുതലും മൂകാംബിക, ഗോവ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. മിക്കവാറും മൂകാംബിക, മുരുടേശ്വരം, ഗോവയൊക്കെ കഴിയുമ്പോഴത്തേക്കും വണ്ടി കാര്യമാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്നവരെല്ലാം മൂകാംബികയിൽ ഇറങ്ങാനുള്ള ഒരാളെന്തോ ഭക്തരോ അത് കഴിഞ്ഞെന്തോ ഇറങ്ങാനുള്ള ഒരാളാണ്. നമ്മൾ ഫുൾ ജേർണിയാണ് എറണാകുളം ടു പൂരം. നമുക്ക് ദുദ്സാഗർ വാട്ടർഫോൾ കാണാൻ പോകണമെങ്കിൽ ആകെ ഒരു ട്രെയിനേ ഉള്ളൂ. അതാണ് പൂർണ്ണ. നമുക്ക് വീക്ക്ലി എക്സ്പ്രസ് ആണ് പൂർണ്ണ വരുന്നത്. എല്ലാ മൺഡേയും വൈകിട്ട് 6:50 ട്രെയിൻ ഇവിടുന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ടിക്കറ്റ് എടുക്കാൻ അത്ര പാടൊന്നുമല്ല. എന്നാലും ചില സമയം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ദുദ്സാഗർ വാട്ടർഫോൾ കാണാൻ പോകാം. ഈ റൂട്ടിൽ പുതിയൊരു സ്റ്റേഷൻ വരാൻ പോവാണ്. അപ്പം പാലക്കാട് പോകാനാണെങ്കിലും കണ്ണൂർ പോകാനാണെങ്കിലും എല്ലാ ഈ സ്റ്റേഷനിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. വേറെ എങ്ങുമല്ല, നെടുമ്പാശ്ശേരിയിലും പുതിയ സ്റ്റേഷൻ വരുന്നുണ്ട്. എയർപോർട്ടിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ. അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പണി തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് നോക്കാം പോകുന്നതിനോ. രക്ഷയില്ല. ആ മൊത്തം വളക്കളൊക്കെ കത്തിച്ചിട്ടേ. ഇപ്പൊ നവരാത്രി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ അമ്പലങ്ങളിലും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും.
പുതിയ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നത്, റെയിൽവേ സ്റ്റേഷൻ പണിയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞച്ചോറാണ് ഉണ്ടാക്കിയത്, കാണിക്കാതെ. അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തി. ഇനിയിപ്പോൾ നമ്മൾ കിടക്കാനായിട്ട് പോവാണ്. നാളെ നമ്മൾ ചിലപ്പം കാർവാറിലോ കുറച്ചുകൂടെ ലേറ്റ് ആയാലും മഡ്ഗോവയിലോ ആയിരിക്കും എണ്ണിക്കുന്നത്. അതിന് മുമ്പ് എണ്ണീറ്റ് മുരുടേശ്വരം. മുരുടേശ്വരം എന്ന് പറയുമ്പോൾ 6:50 ആകുമ്പോൾ എത്തും. കാർവാർ 7-7:30 ആകുമ്പോൾ എത്തും. നല്ല ടയർഡാണ്, എങ്ങനെ എണ്ണിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ഇനിയിപ്പം നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളിപ്പം കാർവാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:51 നമ്മളിപ്പോൾ കാർവാർ റെയിൽവേ സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല കിട്ടിയിലും കാഴ്ചകളായിരിക്കും. മഡ്ഗോവ എത്തിക്കഴിഞ്ഞ് കുലിമിനും കാസ്റ്റൽ റോക്കിനും നടുക്കായിട്ടാണ് ചഗർ വാട്ടർഫോൾ വരുന്നത്. അതിന് മുമ്പായിട്ട് ഇനി പോയി പല്ലൊക്കെ തേച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള പ്ലാനിലാണ്. ഇവിടുത്തെ വാഷ്റൂം ഒരു തരത്തിൽ കൊള്ളു, ട്രെയിനിലെ വാഷ്റൂം ഒരു തരത്തിൽ കൊള്ളൂല, ഭയങ്കര വൃത്തിയായിട്ട് വാഷ്റൂം. ഇനിയിപ്പം നമുക്ക് പല്ലൊക്കെ വെച്ചിട്ട് വരാം. ടണൽ കഴിഞ്ഞിട്ടില്ല, ഭയങ്കര വലിയ ടണല. ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും ആ ടണല്. അതിൽ കൂടിയാലേ ഉള്ളൂ. ആ ടണൽ കഴിഞ്ഞു. ശരിക്കും അതിന്റെ എൻഡ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മള് മഡ്ഗോവ എടുക്കാറായിട്ടുണ്ട്. അങ്ങനെ 45 മിനിറ്റ് ഡിലേയോടെ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ഒരു ഡിലേ ഇല്ലാതെ ഇപ്പോൾ മഡ്ഗോവ ജംഗ്ഷനിലോട്ട് കയറാൻ പോവാണ്. നമുക്ക് മഡ്ഗോവ ജംഗ്ഷൻ സ്പോട്ട് ചെയ്യാം. മഡ്ഗോവ ജംഗ്ഷൻ. നമുക്ക് മഡ്ഗോവയിൽ 25 മിനിറ്റ് ഹോൾഡ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് എൻജിൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. റൂട്ട് വേറെയാണ് പോകുന്നത്, അപ്പോൾ എൻജിൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടുന്നാണ് വെള്ളമൊക്കെ നിറയ്ക്കുന്നത്. അപ്പോൾ 25 മിനിറ്റ് ഹോൾഡ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ കാസ്റ്റൽ റോക്ക് കഴിഞ്ഞ് ലോണ്ട ജംഗ്ഷൻ എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റേഷൻ വരുമ്പോൾ അവിടുന്ന് വീണ്ടും എൻജിൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി 25 മിനിറ്റ് നമുക്കിവിടെ കിടക്കാം. ആ ഒരു ടൈം ഓഫ് പീരീഡിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ജോലി ചെയ്തിരിക്കാം. നമ്മുടെ നിർത്താൻ പോകുന്ന WDP ഓക്കെ, നമുക്ക് ഇതിൻ്റെ പുറകിന് പോയി നോക്കാം. നമ്മുടെ എൻജിൻ വരുന്നുണ്ട്. എന്തായാലും മഡ്ഗോവ എത്തിയപ്പോൾ ഒരു വടപ്പം മേടിച്ച് കഴിക്കാൻ കഴിയും. കാരണം രാവിലെ സ്പ്രെഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബ്രെഡും സ്പ്രെഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വടാപ്പം കൊണ്ടപ്പം മേടിക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ വടാപ്പാവും മേടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 2 സമോസയും കൂടെ കൊണ്ടു. അപ്പോൾ സമോസയും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു.
നമ്മുടെ ട്രെയിൻ മഡ്ഗോയിൽ നിന്ന് എടുത്തു. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ദുധ്സാഗർ വാട്ടർഫോളിന് അടുത്തോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. മഡ്ഗോവ പോവാണ് നമ്മൾ വന്ന വഴി തിരിച്ചു പോകട്ടെ. അടുത്തത് സാൻവഡാം ചർച്ചാണ്. അതിനുശേഷം കുലിമിനും കാസൽ റോക്കിനും നടുക്കായിട്ടാണ് ദുധ്സാഗർ വാട്ടർഫോൾ വരുന്നത്. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിനി. നമുക്ക് നോക്കാം വാട്ടർഫോൾ അവിടെ ഉണ്ടോന്ന്, വെള്ളം ഉണ്ടോന്ന്. ആക്ച്വലി ഞാൻ ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ തന്നെ കാരണം ദുധ്സാഗർ വാട്ടർഫോളാണ്. കാരണം എനിക്കത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ട്രെയിനിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ദുധ്സാഗർ വാട്ടർഫോൾ കാണാൻ കേരളത്തിൽ നിന്ന് പോകാൻ പറ്റിയ ഏക ട്രെയിൻ പൂർണ്ണ എക്സ്പ്രസ് ആണ്. ആൻഡ് ഐ എം സോ മച്ച് എക്സൈറ്റഡ്. ഞാൻ ആ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹം എനിക്ക് ദുധ്സാഗർ വാട്ടർഫോൾ കാണണം. പിന്നെ ഇത് ആക്ച്വലി ഒരു സീരീസ് ആണ് കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സീരീസ് ആണ്. കേരളത്തിൽ നിന്ന് നമ്മൾ പൂനെ പോകും, പൂനെ ടു മുംബൈ, മുംബൈ ടു ഗോവ, ഗോവ ടു കേരള, എറണാകുളം. നമ്മുടെ ഈ ഒരു ട്രാവലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഈ സീരീസ് ഫുള്ള് കാണുക. പിന്നെന്താ, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണയിൽ ട്രാവൽ ചെയ്യാനുള്ള മെയിൻ കാര്യം ദുധ്സാഗർ വാട്ടർഫോൾ ആണ്. അതുപോലെ തന്നെ അടുത്ത ട്രെയിനിലും ഇതേപോലെ പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞുള്ള ട്രെയിനിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ലാസ്റ്റ് ട്രെയിനിന് പ്രത്യേകത ഒന്നുമില്ല, നമുക്ക് വേറെ ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് അതിന് കയറി നമ്മൾ വീട്ടിൽ പോകുന്നതാണ്. 3 ട്രെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ട്രെയിനാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പൂർണ്ണയാണ്, സെക്കൻഡ് വൺ സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാം ഏത് ട്രെയിനാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നതെന്ന്. ഇനിയിപ്പം നമുക്ക് ദുധ്സാഗറിലോട്ട് പോവാം. അതുപോലെ ഈ ട്രെയിൻ LHB കോച്ചസ് ആയത് ഒരു 2-3 മന്ത്സ് മുമ്പാണ്. നമുക്ക് ട്രെയിനിൻ്റെ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ട്രെയിനിൻ്റെ കോച്ചിന് ഞാൻ 5-ൽ ഒരു 4 കൊടുക്കും. അതേപോലെ ക്ലീനിങ്ങിന്, കോച്ചിൻ്റെ ക്ലീനിങ്ങിൽ 5-ൽ ഒരു 3-യും ബാത്റൂമിൻ്റെ ക്ലീനിങ്ങിൽ 5-ൽ 0 ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. പിന്നെ നേരത്തെ ഇതിന് പാൻട്രി ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഇപ്പോൾ പാൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കൊങ്കൺ റെയിൽവേയിൽ പോകുമ്പോൾ പാൻട്രി ഇല്ലാതാകുമ്പോഴത്തേനും ഭയങ്കര പാടായിരിക്കും. കാരണം സ്റ്റേഷൻസ് കുറവായിരിക്കും. സ്റ്റേഷൻസ് ഉള്ളെടുത്ത് നമുക്ക് ഫുഡ് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടില്ല. ഇപ്പം പിന്നെ ഓൺലൈൻ ആപ്പ് ഉള്ളതുകൊണ്ട് മെയിൻ സ്റ്റേഷൻസിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ട്രെയിനിൻ്റെ ടൈം പറയുകയാണെങ്കിൽ അതും ഞാൻ ഒരു 5-ൽ ഒരു 3-4 കൊടുക്കും. കാരണം ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇവിടെ ഓടിയെടുക്കുന്നുണ്ട്. ഒടുക്കത്തോട്ടാണ് പോകുന്നത്. പൂക്കെന്ന് പറഞ്ഞാണ് വണ്ടി പോകുന്നത്. എറണാകുളത്ത് നിന്ന് എടുത്തതും ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഗോവയ്ക്ക് മുമ്പ് എത്തിയത്, കാർവാറിലെത്തിയത് ഒരു 30 മിനിറ്റ് ലേറ്റാണ്. പക്ഷേ ഗോവയിലെത്തിയത് നമ്മൾ വിത്തൗട്ട് ഡിലേ ആണ് നമ്മൾ ഗോവയിൽ എത്തിയത്. ഗോവയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലീനൊക്കെ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ കിട്ടി ഗൈസ്. ഡോണ്ട് ലുക്ക് അറ്റ് മൈ ഹെയർ. This is Kulim. Yes, we reached at Kulim. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് ഗൈസ്. ദുധ്സാഗർ വാട്ടർഫോൾ. ദൂദ്സാഗർ. ഈ ദൂദ്സാഗറിന് പേര് ദൂദ്സാഗർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ദൂത് എന്ന് പറഞ്ഞാൽ പാൽ, സാഗർ എന്ന് പറഞ്ഞാൽ കടൽ. അപ്പോൾ പാൽക്കടൽ പോലെ ഒഴുകുന്നതിനെ അതിനെ കാണുമ്പോൾ പാൽ ഒഴുകി വരുന്നത് പോലെ തോന്നുന്നതുകൊണ്ടാണ് ദൂദ്സാഗറിന് പേര് വീണത്. എൻ്റെ കണ്ടുപിടുത്തല്ല, സത്യത്തിൽ അങ്ങനെ. കൊല്ലിം സ്റ്റേഷൻ. ഏതോ ഒരു ലോക്ക് കിടപ്പുണ്ടല്ലോ. ഏത് ട്രെയിനാ? ഈ പുല്ലൊക്കെ കിടക്കുന്ന നല്ല രസമുണ്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് നല്ല രസമുണ്ട് കാണാൻ. മഴ കിട്ടി, നല്ല മഴയുണ്ട്, നല്ല മഴ. കുരങ്ങ് അവിടെ, അതെ കുരങ്ങ്, ഇതോ വെള്ളം. കുരങ്ങിനെ ശരിക്കും കേട്ടോ. എല്ലാം സൂക്ഷിച്ചോ, കുരങ്ങൊന്നും തട്ടിക്കൊണ്ടുപോകും. വെള്ളം പോണോ ഗൈസ്. കാറ്റടിച്ച് എനിക്കിപ്പം ആ ദുധ്സാഗറൊക്കെ പോകുന്ന വഴി ആയതുകൊണ്ട്
പതുക്കെയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിലെല്ലാം കാണാൻ പറ്റുമല്ലോ. പതുക്കെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. കയറ്റം കയറുന്നതിൻ്റെ സ്പ്രെയിൽ നന്നായിട്ട് വലിക്കുന്നുണ്ട്. ആട് കണ്ടോ? ഇവിടെ ഉറപ്പായിട്ട് മഞ്ഞുമൃഗങ്ങൾ ഉണ്ടാവും. വാട്ടർഫോളിലേക്ക് പോകാണ് കഴിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമലിലേക്ക് കെട്ടിക്കൊണ്ടു പ്ലേസ്. മഞ്ഞ് കണ്ടാ മഞ്ഞ് പോണ മഞ്ഞ്
മൊത്തം വാട്ടർഫോൾ കണ്ടു ഗൈസ്. വർത്തിട്ട് സീരിയസ്ലി ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഈ കറച്ചിലൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സാധനമാണ്. കാണുന്നൊന്നും അടിപൊളി സാധനം. അടിപൊളി അടിപൊളി. ഫുള്ള് പൊക്കയാ, വീണ തീർന്ന്. നമ്മളിതേ ആ അമ്പലം മുമ്പേ കണ്ടത്, അവിടുന്ന് കറങ്ങി ഇങ്ങോട്ട് വന്നത്. ഇതുവഴി ദുഃഖാഗ്രഹമാണോ? ഇനി കാണില്ലായിരിക്കും അല്ലേ? വീഡിയോയിൽ എത്രത്തോളം ദൂരസാഗറിന്റെ ബ്യൂട്ടി പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷെ കാണാൻ എന്നാ രസമാണെന്ന് അറിയോ? പാലൊഴുകി വരുന്ന കൂട്ടം ഭയങ്കര രസം, ഭയങ്കര രസം. നമുക്ക് ട്രെയിൻ പോകണുണ്ട്. നമ്മൾ എന്താ കണ്ടത്? അയ്യോ എനിക്ക് വയ്യ. എത്ര ഹൈപ്പ് കൊടുക്കുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുറത്ത് ചുമ്മാ ഈ പൂർണ്ണ എക്സ്പ്രസിൽ നിന്ന് പൂനെ വരെ പോട്ടെ, ഞാൻ ചുമ്മാ പോകട്ടോ. ഈ ദുഃഖസാഗർ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. വർത്തിട്ട് പറഞ്ഞാൽ വർത്തിട്ട്. അയ്യോ ഇപ്പോഴും എനിക്ക് എക്സൈറ്റ്മെന്റ് മാറില്ല കണ്ടു. അയ്യോ എന്നാ രസമായിരുന്നു കാണാൻ. ഇപ്പോഴും എനിക്ക് എക്സൈറ്റ്മെന്റ് മാറില്ല കണ്ടു. അയ്യോ എന്നാ രസമായിരുന്നു.
കാസൽ റോക്കിലാണ് ഗൈസ്. കാസൽ റോക്ക് എത്തി. അടുത്തത് ലോണ്ട ജംഗ്ഷൻ. ലോണ്ട ജംഗ്ഷൻ ആകുമ്പോൾ വീണ്ടും നമ്മുടെ എഞ്ചിൻ ചേഞ്ച് ചെയ്യും. നമ്മൾ അവിടെ കൊണ്ട് പിടിപ്പിച്ച ലോക്ക ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ തിരിച്ച് ഇവിടെ കൊണ്ട് വീണ്ടും പിടിപ്പിക്കാൻ പോവാണ് ഗൈസ്. പറയുന്നേട്ടാ ഞാൻ ആ ലോക്ക പിടിപ്പിച്ചെന്ന് തോന്നും. ഞാനില്ല. എന്നാലും നമുക്ക് ഗോവയിൽ വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് നമ്മുടെ ലോക്കോ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോക്കോ തന്നെ വീണ്ടും നമ്മുടെ പഴയ ബാക്കിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ആ സൈഡിലോട്ടേക്കും പോകണം. നല്ല കിടിലം കാലാവസ്ഥ, നല്ല മഴയുണ്ട് കേട്ടോ. ആഹാ. ലോണ്ട ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എടുത്തു. കുറച്ച് ലേറ്റായി, 22 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ നമ്മൾ ലോണ്ട ജംഗ്ഷനിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പൊ സമയം 12:58. നമ്മൾ ഏതൊരു സ്റ്റേഷൻ, ചെറിയ സ്റ്റേഷൻ കഴിഞ്ഞു, ഖാനാപൂർ അങ്ങനെ എന്തോ ഒരു സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല. എന്താന്ന് വെച്ചാലേ ഭയങ്കര നെഞ്ചരിയുന്നു. അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് ടയർഡാണ്. അപ്പോൾ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയാലോ എന്നിങ്ങനെ ആലോചനയിലാണ്. ഞാൻ ചിലപ്പോൾ ഇപ്പം ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. നമ്മളങ്ങനെ ബെൽഗാവി എത്തിയേക്കാണ്. ഇനി പൂനെ എത്താൻ വെറും 5 സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ രാത്രി 11 മണിയാകുമ്പോഴേ പൂനെ എത്തുള്ളൂ. ഏതൊരു ലോക്ക് വരുന്നുണ്ട്, WDP 4D 4028. ഏത് ലോക്കോയാ? അല്ല സോറി, ഏത് വണ്ടിയാ? ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം 3 മണിയായി. അപ്പം നമ്മൾ വൈകിട്ടത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്തു. ട്രെയിനിൽ നിന്ന് കഴിക്കുന്നത് എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. സ്വിഗ്ഗി സൊമാറ്റോ നോക്കിയപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു. 2 ആപ്പ് ആക്ച്വലി ഡൗൺലോഡ് ചെയ്തു കേട്ടോ. ഈ 2 ആപ്പ് ഇതിൽ നിന്നാണ് ഞാൻ ബുക്ക് ചെയ്തത്, ഓർഡർ ചെയ്തത്. ഇതാണ് ഇത് നിരജ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാവുമ്പോൾ എത്തും ഫുഡ്. ഇപ്പം 284 രൂപയാണ് എനിക്ക് 2 താലിക്കായത്. വെജ് താലിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇനിയിപ്പം താലി വരുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം അതെങ്ങനെയായിരിക്കും, എന്തൊക്കെ ഉണ്ടായിരിക്കും, നല്ലതാണോ അതോ കൊള്ളത്തില്ലയോ എന്നൊക്കെ നമുക്ക് കാണിക്കാം. നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം മിരജ് സ്റ്റേഷൻ എത്താറായി. ഇവിടെ നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടുന്നത് നമ്മളിപ്പം 1 hour ബിഫോർ എത്താറായി, നിയർ ബൈ 1 hour. അപ്പോൾ എപ്പോൾ ഫുഡ് വരും എന്നറിയില്ല. ഫുഡ് വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഞാൻ പേ ഓൺ ഡെലിവറിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റിൽ കൊണ്ട് ഫുഡ് വരും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നീരജിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫുഡ് അപ്പം വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ നേരത്തെ എത്തിയിരുന്നത്. അപ്പം നേരത്തെ വരുമോ അതോ ഡിലേ ആവുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫുഡ് ഡിലേ ആവാതെ കറക്റ്റ് ടൈമിൽ നമ്മൾ നേരത്തെ എത്തിയിട്ട് നമ്മുടെ ഫുഡ് നേരത്തെ തന്നെ നമുക്ക് കൊണ്ട് തന്നേക്കാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് 2 താലിയാണ്. ഇത് പുലാവ്, ഇത് ചപ്പാത്തി, ഇത് പനീർ, ഇത് ഗുലാബ് ജാമുൻ, ഇത് പിന്നെ മറ്റേ നമ്മുടെ സവോളയും നാരങ്ങ എല്ലാം കൂടെ, ഇത് ദാല് കറി, ഇത് എന്തോ ഒരു കറി, ഇത് മറ്റേ തൈര്. അടുത്ത് നമുക്ക് ഇത് പൊട്ടിക്കാം. സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എത്ര ചപ്പാത്തി ഉണ്ടെന്ന് നോക്കാം. 1, 2, 3 ചപ്പാത്തി ഉണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി. ഓൾറൈൻ ഫേവറേറ്റ്. സൂപ്പർ. അടിപൊളി സാധനം. നമ്മൾ ദാൽ നോക്കട്ടെ. ഈ റൈസ് ഒഴികെ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ പുറത്ത് നോക്കിയത് കൊളായിട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടേക്കാണ്. മിറജുരി തന്നെ കിടക്കുകയാണ്. പിടിച്ചിട്ടേക്കുന്നത് നേരത്തെ വന്നതുകൊണ്ട് അതിന്റെ കറക്റ്റ് ടൈമിലൊക്കെ ഇത് പോകുന്നു. അപ്പം അതിന്റെ ടൈം 5:30 ആണ്. ഇപ്പം 5:15 കഴിഞ്ഞതേ ഉള്ളൂ. 4:45 ആയപ്പോഴത്തേനും സ്റ്റേഷനിൽ വന്ന് കിടന്നതാണ്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡും കിട്ടി. അപ്പം ഇനിയിപ്പം നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും പൂനെയിലെത്തും. ഓട്ടോമൊബൈൽ ക്യാരിങ് വണ്ടിയാണ്. നമ്മൾ സാംഗ്ലി റെയിൽവേ സ്റ്റേഷൻ എത്തി. 1008 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തിയേക്കാണ്. ഇനി വെറും 280 കിലോമീറ്റർ ഇവിടെ ഉള്ളു. നമുക്ക് 8ന്റെ പണി കിട്ടി ഗൈസ്. വണ്ടിക്ക് എന്തോ ഒരു ചെടിക്ക് തകരാറുണ്ട്. ഇപ്പൊ 1.5 മണിക്കൂറായി നമ്മളിപ്പോ കരാടിൽ വന്നിട്ട് ഇവിടെ കിടക്കുകയാണ്. തിരക്കിയപ്പോഴാണ് പറഞ്ഞത് വണ്ടിക്ക് എന്തോ ഒരു ചെറിയ കംപ്ലൈന്റ്, അതുകൊണ്ട് വണ്ടിയുടെ പിടിച്ചിട്ടേക്ക് ഗൈസ്. 1 മണിക്കൂർ 24 മിനിറ്റ് ലേറ്റോട് കൂടി നമ്മുടെ വണ്ടിയുടെ കരാട് സ്റ്റേഷനിൽ എടുത്തിരിക്കുകയാണ്. 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മൾ പൂനെ ജംഗ്ഷനിൽ എത്തിയേക്കാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോ ഇതേപോലെ ഒരു സ്പെഷ്യൽ ട്രെയിൻ ജേർണി ആയിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ